നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. കുംഭൻ രാശി അവിട്ടമര, ചതയം, പൂരിട്ടാതിമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻ രാശി. 2026 ഓഗസ്റ്റ് മാസത്തിൽ കുംഭൻ രാശിയുടെ രാശിയാധിപനായ ശനി കുംഭത്തിൻ്റെ ധനസ്ഥാനത്തും അഷ്ടമാധിപനായ ബുധൻ 5, 6, 7 എന്നീ ഭാവങ്ങളിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. 6ാം ഭാവത്തിൽ ഉച്ചനായ വ്യാഴവും സ്ഥിതി ചെയ്യുന്നുണ്ട്. മേൽപ്പറഞ്ഞ ഗ്രഹസ്ഥിതി അനുസരിച്ച് പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മാനസിക സമ്മർദ്ദവും ഉറക്കക്കുറവും ഉണ്ടാകാം. വ്യായാമം അത്യാവശ്യമാണ്. 5ാം ഭാവാധിപനായ ബുധൻ്റെ സ്ഥിതി വിദ്യാർത്ഥികൾക്ക് അലച്ചിലും ടെൻഷനും ഉണ്ടാക്കാം. ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ പരിശ്രമം വേണ്ടിവരും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. മുതിർന്നവരുടെ ഉപദേശം കൂടി സ്വീകരിക്കണം. ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഗവേഷണം, ഗണിതം, ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻ എന്നിവ പഠിക്കുന്നവർക്ക് അനുകൂലത വർദ്ധിക്കുമെങ്കിലും കഠിനാധ്വാനം കൂടി ചെയ്യണം. 10ാം ഭാവാധിപനായ ചൊവ്വ ഓഗസ്റ്റ് 2 മുതൽ കുംഭത്തിൻ്റെ 5ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 5ൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ അത്ര ഗുണകരമല്ല. എങ്കിലും 10ാം ഭാവാധിപൻ്റെ 5ാം ഭാവത്തിലെ സ്ഥിതി നോക്കിയാൽ തൊഴിൽ രംഗത്തെ ഉന്നത സ്ഥാനമാനങ്ങളും പദവികളും ലഭിക്കും. ധനവരവും തൊഴിലിൽ ആത്മവിശ്വാസവും ഉന്മേഷവും ലഭിക്കും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന തൊഴിലുകൾ പൂർത്തീകരിക്കും. അധികാരികളുമായി നല്ല ബന്ധം പുലർത്തും. പുതിയ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയും. IT, സോഫ്റ്റ്വെയർ, എഞ്ചിനീയറിംഗ്, പൊതുവെ ടെക്നിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ്. പോലീസിലും മിലിറ്ററിയിലും തൊഴിൽ ചെയ്യുന്നവർക്കും ഗുണമേന്മ കൂടും. 7ാം ഭാവാധിപനായ സൂര്യൻ 6, 7 എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ബിസിനസ് വളരെ ഉച്ചത്തിലായിരിക്കും. പക്ഷേ 2ാം പകുതിയിൽ നഷ്ടങ്ങളൊന്നും ഉണ്ടാകുകയില്ല. കാരണം സൂര്യൻ സ്വക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ടെക്നിക്കൽ ഉൽപ്പന്നങ്ങളും ഇലക്ട്രോണിക് സാധനങ്ങളും വിൽപ്പന നടത്തുന്നവർക്ക് വരുമാനം വർദ്ധിക്കും. പുതിയ വിപണനങ്ങളുടെ ബിസിനസ് നടത്തുന്നവർക്കും നല്ല അവസരം ലഭിക്കും. പ്രണയിക്കുന്നവർക്ക് സമയം അനുകൂലമല്ല. തെറ്റിദ്ധാരണകൾ മാറ്റാൻ തുറന്ന സംസാരം ആവശ്യമാണ്. ദാമ്പത്യത്തിൽ പരസ്പരം ബഹുമാനം നിലനിർത്താൻ ശ്രമിക്കുക. ഒരുമിച്ച് സമയം ചിലവഴിക്കുക. വിവാഹം ആലോചിക്കുന്നവർക്ക് പങ്കാളിയെക്കുറിച്ച് നല്ലവണ്ണം ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക. നിത്യവും ശാസ്താവിൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും കീർത്തനങ്ങൾ ജപിക്കുക. തടസ്സങ്ങൾ അകന്നുപോകും.